പ്രജിത, ഈ നവീൻ ബാബു എന്ന ADM-ന്റെ മരണം നടന്ന് ഇതിപ്പോൾ സുപ്രീം കോടതി വിധിയൊക്കെ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ വിധവ മഞ്ജുഷ മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, ഈ പ്രശാന്തിനെ പ്രതിയാക്കിയില്ല എന്നും കളക്ടറെ മാറ്റി നിർത്തി ഈ കേസിൽ അന്വേഷണം നടത്തേണ്ടതായിരുന്നു എന്നൊക്കെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് പറയുന്നത്. എന്താണ് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? ആ വാരികയിൽ വന്ന അതായത് പ്രശാന്ത് ഏറെ സംശയിക്കാനുള്ള ആളാണ് എന്നുള്ളതാണ്. പ്രശാന്തിനെ സംരക്ഷിക്കുക വഴി അവർക്ക് സ്വയം രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തിയതെന്നാണ് മഞ്ജുഷ പറഞ്ഞിരിക്കുന്നത്. പ്രശാന്ത് ആരുടെയോ ബിനാമിയാണ്. ഇത് മാധ്യമങ്ങൾ ആദ്യം മുതലേ പറയുന്ന കാര്യമാണ്. പ്രശാന്ത് ബിനാമിയാണ്. പ്രശാന്തിനെ സംരക്ഷിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. ആ ആവശ്യമാണ് നടന്നിട്ടുള്ളത്. പ്രശാന്തിനെ നേരെ ചൊവ്വേ ചോദ്യം ചെയ്യുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതെ, ചോദ്യം ചെയ്യുക പോലും ചെയ്തിട്ടില്ല. എന്തോ വിളിച്ചു വരുത്തി കുശലം പറഞ്ഞതുപോലെ പ്രശാന്തിനെ ഒന്ന് വിളിച്ചു വരുത്തി, പേരിന് വേണ്ടി വിളിച്ചു വരുത്തി. ഈ SIT-യെ രൂപീകരിച്ചത് പോലും പ്രഹസനമായിരുന്നു. SIT-യുടെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീജിത്ത് കൊടേരി, അത് CPM-ന്റെ വലം കൈയായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. അവർ എത്രത്തോളം അന്വേഷണം നടത്തുമെന്ന് അദ്ദേഹത്തിന്റെ അനിയൻ, ഈ ശ്രീജിത്ത് കൊടേരിയുടെ അനിയനെ കാർട്ടൺ കമ്പനിയുമായിട്ടുള്ള ബിസിനസ്സിൽ പങ്കാളിയാണ്. അപ്പൊ അവർക്ക് അത്രയേറെ ബന്ധമുണ്ട്. മാത്രമല്ല, കളക്ടർക്കെതിരെയും അന്വേഷണം കൃത്യമായ രീതിയിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ മാധ്യമത്തിൽ നൽകിയ ഇന്റർവ്യൂവിൽ മഞ്ജുഷ പറഞ്ഞിരിക്കുന്നത്. അവരെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട് ഈ CBI അന്വേഷണം വേണ്ട എന്നുള്ള കോടതിയുടെ ഉത്തരവ്. കോടതിയുടെ ഉത്തരവ് വേദനിപ്പിച്ചു എന്നതിലുപരി അവരെ CPM സംരക്ഷിച്ചില്ല എന്നുള്ള ഒരു മനോവേദന കൂടി അവർക്കുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുക. അതുകൊണ്ടാണ് അവർ അവസാനം പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു അഭിമുഖം പോലും നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രശാന്ത് ആരുടെയോ ബിനാമിയാണ്. ആ ദിശയിലേക്ക് അന്വേഷണം പോലീസ് കൊണ്ടുപോയിട്ടില്ല. പ്രശാന്തിനെ പ്രതിയാക്കുകയും കളക്ടറെ മാറ്റി നിർത്തി അന്വേഷിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അല്പമെങ്കിലും സത്യം തെളിയുമായിരുന്നു. അത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. കളക്ടറെ ശരിക്കും പ്രൊട്ടക്ട് ചെയ്യുകയാണ് സത്യത്തിൽ ചെയ്തിട്ടുള്ളത്. കളക്ടറുടെ കീഴെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് കളക്ടറെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അത് ഏതൊരു അരിയാഹാരം വേണ്ട, പച്ചവെള്ളം കുടിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. എന്തെല്ലാം പ്രഹസനമായിരുന്നു ആ ഒരു സമയത്ത് സർക്കാർ കാണിച്ചു കൂട്ടിയത്. സത്യത്തിൽ അതൊരു ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാൻ ഇവർ ശ്രമിച്ചെങ്കിലും ആത്മഹത്യയാണോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമായിട്ടില്ല. അന്വേഷിക്കട്ടെ എന്നാണ് കോടതിയും പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ ധൃതി കണ്ടിട്ടുണ്ടെങ്കിൽ, CPM-ന്റെ ഒരു ധൃതി കണ്ടിട്ടുണ്ടെങ്കിൽ അത് സത്യത്തിൽ അതൊരു കൊലപാതകമായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു. അവരുടെ എല്ലാ പ്രകടനവും അങ്ങനെയായിരുന്നു. ഇപ്പൊ ഗോവിന്ദൻ തുടക്കത്തിൽ പറഞ്ഞത് ഇവർ കുടുംബത്തിനോടൊപ്പമാണ് എന്നാണ് പറഞ്ഞത്, പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞത്. പിന്നെ CBI അന്വേഷണത്തിന്റെ കാര്യം വിധി വരുന്നതിന് മുമ്പ് തന്നെ CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല അതിന്റെ ആവശ്യമേ വരുന്നില്ല എന്ന് ഗോവിന്ദൻ ആദ്യമേ തന്നെ എടുത്തടിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ അതുപോലെ പോലീസ് അന്വേഷണം നേർവഴിക്ക് പോകുമെന്ന് ഒരു പ്രതീക്ഷയും അവർക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉദാഹരണം പറഞ്ഞാൽ, ഈ പറയുന്ന പ്രതിപട്ടികയിൽ പറയുന്നവരുടെ ആരുടെയും കോൾ റെക്കോർഡ്സ് ഒന്നും എടുത്തിട്ടില്ല. ഒരു കേസ് അന്വേഷണം വരുമ്പോൾ CCTV ദൃശ്യങ്ങൾ മുതൽ കോൾ റെക്കോർഡ്സ് ഒക്കെ എടുക്കുന്നത് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യമാണ്. ഇത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ ഒരു കേസ് നവീൻ ബാബുവിന്റെ മരണം നടക്കുന്ന ഈ അന്വേഷണം നടക്കുന്ന അവസരത്തിൽ കണ്ണൂർ ഒരു മോഷണ കേസിന്റെ അന്വേഷണം പോലീസ് നടത്തിയിരുന്നു, ഓർമ്മയുണ്ടോ? ഈ മോഷണ കേസിന്റെ അന്വേഷണത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് മോഷ്ടിച്ച ഒരു മോഷ്ടാവ് അതേപോലെ സെയിം ഒരു മോഷണം നടത്തിയതിന് CCTV ദൃശ്യങ്ങൾ സഹിതമാണ് അത് പിടിച്ചത്. അപ്പൊ അത്രയും പ്രാഗൽഭ്യമുള്ള പോലീസ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നിട്ട് SIT എന്ന് പറയുന്ന വെറും കെട്ടുകാഴ്ചയ്ക്കുണ്ടാക്കിയ ഒരു പോലീസ് സംഘം ആണിത് നടത്തിയെന്നുള്ള കാര്യം നമുക്ക് പകൽ പോലെ വ്യക്തമാണ് ഇതിനകത്ത്. കാര്യം ഈ പറയുന്ന പോലീസ് അന്വേഷണത്തിന് ഒരു നേർവഴിക്ക് ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല എന്ന് പറയും. പിന്നെ ഒന്നുകൂടെ അവർ വളരെ സങ്കടത്തോടെ പറയുന്നുണ്ട്, തന്റെ ഭർത്താവ് സർവീസിൽ കയറിയ കാലം മുതൽ NGO യൂണിയന്റെ, അതായത് ഇടതുപക്ഷ അനുഭാവമുള്ള യൂണിയനിൽ ഉണ്ടായിരുന്ന ഒരു പാർട്ടി പ്രവർത്തകനാണ്, ഇടതുപക്ഷ കുടുംബാംഗമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ ഒരു ആപത്ത് വരുന്ന സമയത്ത് ആ യൂണിയനിൽ നിന്ന് ഒരു ഭാരവാഹി പോലും അവർക്കൊരു സാന്ത്വനത്തിന് ഉണ്ടായിരുന്നില്ല. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരും തന്നെ അവർക്ക് വേണ്ടി വന്നില്ല എന്ന് പറയുന്നത്. അതായത് ഇരട്ടത്താപ്പ് വ്യക്തമായി. ഇതുവരെയും അവർ വിചാരിച്ചിരുന്നത് സർക്കാർ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നുള്ളതാണ്. അവരുടെ സകല എന്താ പറയാ, നമ്മൾ പറയില്ലേ, നമ്മുടെ സകല പ്രതീക്ഷകളും തെറ്റിയെടുത്ത് നിന്നാണ് ഈ ഒരു പ്രതികരണം പോലും ഉണ്ടായിട്ടുള്ളത്. അതിൽ മഞ്ജുഷ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രശാന്ത് ആരുടെയോ ബിനാമിയാണ്. ആരുടെയോ ബിനാമി എന്നല്ല, മഞ്ജുഷയ്ക്കൊക്കെ കൃത്യമായ വിവരം കിട്ടിയിട്ടുണ്ട് പ്രശാന്ത് ആരുടെ ബിനാമിയാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് അവർ അത്രയെങ്കിലും ആരുടെയോ ബിനാമി
ബിനാമിയാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ടാണ്. എടുത്തു പറയാൻ അവർക്ക് ഇപ്പോഴും പറ്റില്ല, കാരണം അവർ ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള അതെ അതെ രണ്ട് പെൺകുട്ടികളുണ്ട്, അവർ സർവീസിൽ പെൻഷൻ പോലും കിട്ടത്തില്ല ഇവർ കളിച്ചു കഴിഞ്ഞാൽ. ഇത് ആരുടെ ബിനാമിയാണെന്ന് ചോദിച്ചു പോയാൽ ചേട്ടന് വല്ല ഊഹമുണ്ടോ? അല്ല, ഇത് ആരുടെ ബിനാമി എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ആ പ്രശാന്തിനെ സംരക്ഷിച്ചു നിർത്തുന്നതിനകത്ത് ഉദ്ദേശ ലക്ഷ്യം മറ്റൊന്നുമല്ല. കണ്ണൂർ ജില്ലയിലെ പാർട്ടി നേതാക്കളും അതായത് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ മുതൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് വരെ ഈ ഇത്തരം ബിസിനസ്സുകൾ അവിടെ ഉണ്ട്. ഭൂമാഫിയ ബന്ധങ്ങൾ മുതൽ പെട്രോൾ പമ്പ് ബിസിനസ്, ഇത് ഒരു പെട്രോൾ ബങ്ക് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണല്ലോ ഈ പുറത്തു വന്നത്. തീർച്ചയായും CPM-ന്റെ സംസ്ഥാന ഘടകത്തിലെ നേതാക്കൾക്ക് ഇതിൽ വ്യക്തമായ പങ്കുണ്ട്. ആ വ്യക്തമായ പങ്ക് പ്രശാന്തിനെ ചോദ്യം ചെയ്താൽ പുറത്തു വരും എന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് അതിൽ ചിന്തിക്കാൻ പറ്റില്ല. പൊളിറ്റിക്കൽ സെക്രട്ടറി തന്നെ നേരിട്ട് ഈ ബങ്കിന്റെ അനുവാദവുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ചുള്ള പേപ്പർ ആണല്ലോ ഈ വിഷയം ഉണ്ടായത്. അതിന്റെ പേപ്പർ നവീൻ ബാബു ഒപ്പിട്ട് കൊടുക്കണം എന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി വിളിച്ചു പറഞ്ഞ കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് കോൾ റെക്കോർഡ്സ് എടുത്തില്ലെന്ന് ചോദിച്ചാൽ ഈ കോൾ രേഖകളിൽ P. ശശിയുടെ ഫോൺ നമ്പർ ഉണ്ടാകും. പിന്നെ ഈ പറയുന്ന ഭരണരംഗത്തുള്ള പിന്നെ പലരുടെയും ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള P. ശശി തീർച്ചയായിട്ടും ഈ പറയുന്ന എല്ലാവരെയും ഫോണിൽ വിളിച്ചിട്ടുണ്ട്. PP ദിവ്യയെ വിളിച്ചിട്ടുണ്ട്, പ്രശാന്തിനെ വിളിച്ചിട്ടുണ്ട്, ഇതിൽ പ്രതികളായി വരാൻ സാധ്യതയുള്ള എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തുടക്കം മുതൽ തന്നെ ഇതിന് ഒരു വര വരച്ചിട്ട് നിങ്ങൾ അതുവഴി പോയാൽ മതി, അതെടുത്താൽ മതി, ഇതെടുത്ത കാര്യം ഒരു പോലീസ് അന്വേഷണത്തിന് വേണ്ട പ്രാഥമികമായി വേണ്ട ഒരു കാര്യങ്ങളും ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. പ്രശാന്തൻ നൽകിയെന്ന് പറയുന്ന പരാതി, ആ പരാതി പോലും വ്യാജമാണ്. ആ പരാതി AKG സെന്ററിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. അതൊക്കെ എഴുതി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ രാഖി രാമാനം ആ പരാതി സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധി കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ആയിരിക്കുമെന്ന് വേണ്ടേ കരുതാൻ? അല്ല, തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയേണ്ടി വരും. ഒന്ന്, ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥയും അല്ലെങ്കിൽ അതിന്റെ മറ്റു വശങ്ങളും ഒക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തു വരും. അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നെ എന്താ അവർ തന്നെ അവരുടെ കയ്യിൽ നിന്ന് തന്നെ മാധ്യമങ്ങളിൽ കൊടുത്തിട്ട് ചെയ്യും. അപ്പൊ അത്തരത്തിൽ ഈ കൊടുത്ത കത്തിനെ സംബന്ധിച്ച് അവര് ഈ കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത മാധ്യമങ്ങളിൽ ഇതിൽ ഒരാൾക്ക് മുൻകാല മാധ്യമ പരിചയമുള്ള ഒരാൾ ഇതിനകത്തുണ്ട്. ഈ നവീൻ ബാബുവിന്റെ ഈ പ്രശാന്ത് എന്ന് പറയുന്ന ആളുടെ ബന്ധുവായ ഒരാൾ ഈ കേസിനകത്തുണ്ട്. അയാളാണ് ഈ കത്ത് തയ്യാറായി, അയാളുടെ ജ്യേഷ്ഠനാണ് AK സെന്ററിൽ ഇരിക്കുന്നത്. അപ്പൊ അവർ തന്നെ ഈ കത്ത് അവിടെ എത്തിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്, ഇദ്ദേഹം കൈക്കൂലി പാവിയാണ് എന്ന് തെളിയിക്കുന്ന കത്ത് കൊടുത്തു എന്ന് രേഖ പുറത്തു വിടുമ്പോൾ ഈ രേഖ അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒപ്പിട്ട് ഈ രജിസ്റ്ററിൽ നമ്പർ ഇട്ട് പോവേണ്ടതുണ്ട്. അവിടെ അത് എത്തിയിട്ട് പോലും ഇല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആ ലെറ്റർ കിട്ടിയിട്ടില്ല. അത് വ്യക്തമാകുമ്പോഴാണ് ഇത് പൊളിയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് നിർണായകമായ പങ്ക് ഈ കേസ് അന്വേഷണത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം തീർത്തും വ്യക്തമാണ്. കേസ് അന്വേഷണത്തിലല്ല, ഒരു സെക്കൻഡ് എടാ, ഈ പ്രശാന്ത് എന്ന വ്യക്തിക്ക് കേസ് അന്വേഷണത്തിൽ പങ്കെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് കളയണം. പിന്നെ അതിന്റെ തുടർവാചകം പ്രീത പറഞ്ഞതും കട്ട് ചെയ്ത് കളയണം. തുടങ്ങട്ടെ. ഈ പ്രശാന്ത് എന്ന വ്യക്തിക്ക് ഇവര് തയ്യാറാക്കിയ പ്രതിപട്ടികയിൽ ഇവരുടെ പേര് ചേർക്കേണ്ടതാണ്. ഈ പ്രശാന്തിന്റെ പേര് ചേർക്കേണ്ടതാണ്. പ്രശാന്തിന് ഇതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട്. പ്രീത പറഞ്ഞതുപോലെ ഈ കൊടുത്ത അദ്ദേഹത്തിനെ കൈക്കൂലി കേസിൽ പ്രതിയാക്കേണ്ടത് ഇവരുടെ ആവശ്യമാണ്. കാര്യം അങ്ങനെ ഒരു പ്രതിയേക്കൽ ചേർന്നാലേ ആ ഉദ്യോഗസ്ഥന്റെ ഇമേജിന് കോട്ടം ഉണ്ടാവുകയുള്ളൂ. കാര്യം ഇതിനകത്ത് മറ്റൊരു വസ്തുത കൂടി നമുക്ക് പറയേണ്ടി വരും. ഈ അപകടം ഉണ്ടായ ശേഷം, ഈ മരണം ഉണ്ടായ ശേഷം ഗോവിന്ദൻ പറഞ്ഞ് കുടുംബത്തോടൊപ്പമാണെന്ന്, മുഖ്യമന്ത്രി പറഞ്ഞ് PP ദിവ്യയെ തള്ളുമെന്ന് പറഞ്ഞു. ഇതെല്ലാം ദിവ്യയെ പുറത്തിറങ്ങിയപ്പോൾ ഗോവിന്ദനും കുടുംബവുമാണ് സ്വീകരിച്ചത്. അവരെ അറസ്റ്റ് ചെയ്ത അറസ്റ്റ് നാടകം നമ്മൾ കണ്ടു അല്ലെ? ആ അറസ്റ്റ് നാടകം ഇത്ര ദിവസം കഴിഞ്ഞ് 5 ദിവസം വരെ അവർ വീട്ടിൽ സൂചിച്ചിരുന്നിട്ടാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഈ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമായി ഈ പോയയിലെ ആത്മനൊമ്പരമാണ് അവരതിൽ പ്രകടിപ്പിച്ചത്. മുഖ്യമന്ത്രി ഈ നിമിഷം വരെ ഈ സംഭവം നടന്ന് സുപ്രീം കോടതിയിൽ വരെ പോയി സർക്കാർ ഒരു എന്താ പറയാ ഒരു തുടക്കം മുതൽ ഈ CBI അന്വേഷണത്തിനെ എതിർത്തു പോകുന്നത് നമ്മൾ വ്യക്തമായിട്ട് കണ്ടതാണ്. ഇത്ര മാത്രമേ നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. അവരുടെ കുടുംബം ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി തുടക്കത്തിൽ പറഞ്ഞ കള്ളത്തരം, ഗോവിന്ദൻ പറഞ്ഞ കള്ളത്തരം, പിന്നെ രണ്ടാമത് പോലീസിന്റെ ഈ കേസ് അന്വേഷണത്തിൽ ഒരു കോമൺ കേസിൽ, ഒരു സാധാരണ കേസിൽ, ഒരു മോഷണ കേസിൽ പ്രാഥമികമായി എടുക്കേണ്ട തെളിവുകളുടെ പട്ടികയിൽ ഉണ്ടായിരിക്കുന്ന കോൾ ലിസ്റ്റ്, CCTV ദൃശ്യങ്ങൾ, ഇതൊന്നും തന്നെ അദ്ദേഹം കയർ തൂങ്ങി മരിച്ചെങ്കിൽ ആ കയർ വാങ്ങിയ ഇടം, അദ്ദേഹം അവസാനം സഞ്ചരിച്ച ഇടങ്ങൾ, ഇതിൽ കൂടി പ്രശാന്തൻ പലതവണ അദ്ദേഹത്തെ കാണാൻ
പറയുന്നതിന്റെ ആ. അവിടുത്തെ ഒന്നും CCTV ദൃശ്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അല്ല, പ്രശാന്തൻ പോയതായിട്ട് ചാനലുകൾക്ക് കിട്ടിയിട്ടുണ്ട്. പ്രശാന്തൻ പോയതും അദ്ദേഹത്തിന്റെ പോലീസിന് കിട്ടിയില്ല. അദ്ദേഹം നടന്നു പോകുമ്പോൾ പോലീസിന്, അതായത് CCTV-യിൽ അത് പ്രശാന്തൻ വന്നത് പർപ്പസ്ഫുള്ളി വന്നതാണ്. ദൃശ്യം മോഡൽ സിനിമയിലെ മോഹൻലാൽ ചെയ്തതുപോലെ താൻ ചെയ്ത കാര്യങ്ങൾ ഇദ്ദേഹം കൈക്കൂലി വാങ്ങി എന്ന് തെളിയിക്കേണ്ട പ്രശാന്തന്റെ ആവശ്യമായിരുന്നു. അതിനുവേണ്ടി പ്രശാന്തൻ കൊടുത്ത CCTV ആണ്. അപ്പൊ ചുരുക്കത്തിൽ സർക്കാർ കൈയൊഴിഞ്ഞു, പാർട്ടി കൈയൊഴിഞ്ഞു, അത് ഒരു പാർട്ടി കുടുംബത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനെ എന്ന് സങ്കടത്തോടെ പറയുമ്പോൾ ഇതിൽ ഒന്നും പറയാനില്ല. കാരണം ഹൈക്കോടതി പോലൊരു കോടതിയിൽ ഒരു കേസ് നടക്കുമ്പോൾ പ്രാഥമികമായി നൽകേണ്ട പോലീസ് കൊടുക്കുന്ന കാര്യങ്ങൾ, പോലീസ് കൊടുക്കുന്ന തെളിവുകളാണ് കോടതിക്ക് കിട്ടുന്നത്. അല്ലാതെ കോടതിക്ക് പോയി കണ്ടുപിടിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ പോലീസ് തുടക്കം മുതൽ ഇതിനകത്ത് ഗംഭീരമായ ഗെയിം കളിച്ചു. CCTV ദൃശ്യങ്ങൾ പൂഴ്ത്തിയതും ഫോൺ രേഖകൾ ഇതുവരെ എടുക്കാത്തതും അതിനകത്ത് ഉന്നതരുടെ ഫോൺ നമ്പറുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ വരെ ഫോൺ നമ്പർ ഉണ്ടോ എന്ന് സമൂഹം ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്ന് മാത്രമേ നമുക്കിതിൽ പറയാനുള്ളൂ.